അപ്പം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. കണ്ടപ്പോൾ ഏകദേശം ഒരു ഇതെല്ലാവർക്കും ഐഡിയ കിട്ടിയല്ലോ. അത് തന്നെ നമ്മളെ മക്കൾ പെൺകുട്ടിയാവുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഒരു ചടങ്ങുണ്ടോ? പണ്ട് കാലേ ഉള്ളതായിരുന്നു. പിന്നെ ഇത് കുറച്ച് കാലം പെൺകുട്ടികൾക്ക് ഇത് പുറത്തിറങ്ങിയാൽ ഒരു ബുദ്ധിമുട്ടാണ്, അവർക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എന്താ പറയുക, കുറച്ച് നാളുകൾക്ക് ഇത് ആരും അങ്ങനെ ചെയ്യാറില്ലെന്ന്. രണ്ടാമത് മീഡിയ ഒക്കെ വന്ന് യൂട്യൂബും ചാനലും ഒക്കെ വന്നതിന് ശേഷം രണ്ടാമതും ഇത് മക്കൾക്കൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവർക്കും വന്ന ഒരു സംഭവം എന്ന രീതിയിൽ എല്ലാവരും ഇതൊരു ആഘോഷമാക്കി മാറ്റി. അങ്ങനെ എൻ്റെ കസിൻ്റെ മോളെ ഞങ്ങളിതുപോലെ ഒരു ആഘോഷമാക്കി മാറ്റിയതാണ്. കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി ഗസ്റ്റൊക്കെ വിളിച്ച് അവൾക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി. സ്വർണ്ണമായിട്ടും ഡ്രസ്സായിട്ടും അങ്ങനെ അത്യാവശ്യം എല്ലാവിധ ചടങ്ങുകളും കൂടി കണ്ടല്ലോ. ഓരോരോ ചടങ്ങ്, ആദ്യം കുളിപ്പിക്കുന്നത്, പിന്നെ ഡ്രസ്സ് ചെയ്യുന്നത്, പിന്നെ അവൾക്ക് ഈ കിണ്ടിയിൽ ഇങ്ങനെ ഓരോ പൊതി ഇട്ടിട്ട് നമ്മളത് മൂടി കെട്ടിയിട്ട് ഇങ്ങനെ കുത്തിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള 3 പേർക്ക് കൊടുക്കുക. അങ്ങനെയൊക്കെ ഒരുപാട് ചടങ്ങുണ്ട് കേട്ടോ. ഓരോ നാട്ടിലും ഓരോരോ വെറൈറ്റി ചടങ്ങുകളായിരിക്കും. നമ്മൾ കേൾക്കാത്തതൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇത് ഇപ്പം കാണുന്ന ഒരു ചെറിയ രീതിയാണ് കേട്ടോ. ഇതിലും അധികമായിട്ടുണ്ടാവും. പണ്ടൊക്കെ എന്താ പറയുക, ഒഴുകുന്ന വെള്ളത്തിലൊക്കെയാണ് അങ്ങനെ മക്കളെ കൊണ്ട് കുളിപ്പിക്കുക. ഇന്നൊക്കെ സ്വയം ഇങ്ങനെ ആക്കിയിട്ട് അവർ തന്നെ സ്വയം കുളിപ്പിക്കുക. എന്നൊക്കെ കുളിപ്പിച്ചെടുക്കലാണ് നമ്മളെ. അപ്പം ഇന്നൊന്നും അങ്ങനത്തെ ഒരു രീതിയിൽ, എന്നാലും അതിൻ്റെ അടുത്തെത്തിയില്ലെങ്കിലും അത്രത്തോളം ആയില്ലെങ്കിലും അതിൻ്റെ അടുത്തെത്തി എന്ന് പറയുന്നതാവും ശരി. അപ്പോൾ അങ്ങനെ അവൾക്ക് ഒത്തിരി ഗിഫ്റ്റ് കിട്ടി. സ്വർണ്ണമായിട്ടും ഡ്രസ്സായിട്ടും വരുന്നവർ എല്ലാവരും അവർക്ക് വായിൽ എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരം അവൾക്ക് വെച്ച് കൊടുക്കുന്നു. നമ്മൾ ചിലപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, ഓരോരോ കല്യാണത്തിനൊക്കെ ചെയ്യുന്ന പോലെ കൊടുത്ത ആഭരണങ്ങൾ ഇങ്ങനത്തെ ചടങ്ങിനും കൊടുക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിലിങ്ങനെ നമ്മളെ മക്കളെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ അതായത് ഇതുപോലത്തെ രീതിയാണോ അതോ ഇതിനും വെറൈറ്റിയാണോ? എങ്ങനെയാണ് ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്താ വെച്ചാൽ ഒന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ അത്രയേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മളെ രീതികൾ ഇതുപോലെയാണ്. അപ്പം ഇത് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നും അല്ല കേട്ടോ. അത് അവരെ ഒരു എന്താ പറയുക, ഒരു മനക്കട്ടി അല്ലെങ്കിൽ ഒരു മനോധൈര്യം എന്നൊക്കെ പറയില്ലേ, സ്വാഭാവികമായിട്ട് ഇന്നത്തെ പെൺകുട്ടികൾക്ക് അതൊന്നും വേണ്ട. അതൊക്കെ ഓൾറെഡി ഉണ്ട്. കാരണം എന്തും നേരിടാനുള്ളൊരു ധൈര്യം ഇന്നത്തെ കുട്ടികൾക്കുണ്ട്, പണ്ടത്തെ മാതിരി അല്ല.